ഹലോ ഗൈസ്, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് വൈകിയാണെങ്കിലും അത് അർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജൂലൈ 29 രാജ്യസഭയിൽ പാസ്സായ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ബിൽ ഓഗസ്റ്റ് 6 രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി നിയമമായി മാറിയിരിക്കുന്നു. ഇതുവഴി എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് ചുരുക്കി പറഞ്ഞാൽ, ദേശീയ ഗാനമായ ജനഗണമനയുടെ സ്റ്റാറ്റസിലേക്ക് ദേശീയ ഗീതമായ വന്ദേ മാതരം ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വന്ദേ മാതരത്തെ ഇനി നിങ്ങൾ അവഹേളിച്ചാൽ വിവരമറിയും എന്നുള്ളത് തന്നെയാണ്. ഇത് മലയാളം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഇത് ഞാനിവിടെ എടുത്തു പറയാനുള്ള പ്രത്യേക കാരണം വന്ദേ മാതരം ഏറ്റവും അധികം അവഹേളിക്കപ്പെടുന്ന ഒരിടം നമ്മുടെ സംസ്ഥാനമാണെന്നത് തന്നെയാണ്. വന്ദേ മാതരത്തെ സംബന്ധിക്കുന്ന സോഷ്യൽ മീഡിയ ചർച്ചകൾ മുതൽ മന്ത്രി പദവിയിൽ ഇരിക്കുന്നവർ വരെ ഒരു ഉളുപ്പുമില്ലാതെ ദേശീയ ഗീതത്തെ അവഹേളിക്കുകയും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിവിടെ അടുത്ത കാലത്ത് വരെ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. ഞാൻ തന്നെ പലതവണ ഈ തെറ്റായ കീഴ്വഴക്കത്തെ വിമർശിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിന് ശാശ്വത പരിഹാരമായിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് ഇതിലുള്ള എന്റെ അഗൈതവമായ നന്ദിയും ഐക്യദാർഢ്യവും ഞാൻ അറിയിക്കുന്നു. ഇതിൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇനി മുതൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുകയോ ആലാപനത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് 3 വർഷം വരെ കഠിന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. മതപരമായ റെസ്ട്രിക്ഷൻസ് പറയുന്നവർക്ക് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് അനുവർത്തിക്കുന്ന അതേ നിയമം ഇവിടെയും ബാധകമായിരിക്കുന്നു. അതായത് ദേശീയ ഗാനം പാടുമ്പോൾ നാം എണ്ണീറ്റ് നിന്ന് ആദരം അർപ്പിക്കുന്ന പോലെ ഇനി മുതൽ ദേശീയ ഗീതത്തിനും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആദരം അർപ്പിക്കേണ്ടതാണ്. ദേശീയ ഗാനം പോലെ തന്നെ വന്ദേ മാതരവും ഏറ്റുപാടണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ പാടുമ്പോൾ ദേശീയ ഗീതം മുഴുവനായി 6 ശ്ലോകങ്ങളും ഉൾപ്പെടെ പാടിയിരിക്കണം. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുപരിപാടിയിലും ഔദ്യോഗിക പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനഗണമന പോലും പൂർണ്ണമായി പാടാൻ അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ 6 ശ്ലോകങ്ങളുള്ള വന്ദേ മാതരം കാണാപ്പാഠം പഠിച്ച് പാടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ മതപരമെന്നല്ല എന്ത് കാരണം കൊണ്ടാണെങ്കിലും പാടാൻ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. എന്നാൽ ജനഗണമന പോലെ തന്നെ പാടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയും തടസ്സമുണ്ടാക്കാതെ ഇരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി എന്റെ വീഡിയോകൾക്ക് താഴെ വന്ന് തെറി അഭിഷേകം നടത്തുന്നവരോട്, എന്നെ തെറി വിളിച്ചാലും വന്ദേ മാതരത്തെ ഇനി നിങ്ങൾ അവഹേളിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിപ്പോ എന്റെ വീഡിയോയ്ക്കെന്നല്ല, ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഇത് ബാധകമാണ്. പണ്ടെങ്കോ ഞാൻ കണ്ടൊരു സിനിമയിൽ ജഗതി ചേട്ടൻ ചെയ്ത ക്യാരക്ടർ പോലെ ഇനി 3 വർഷത്തെ ജയിൽ ജീവിതമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇനി പാടാൻ മടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ചുമ്മാ അങ്ങ് പാടണമെന്നേ കൽക്കത്ത ഹൈക്കോടതി വരെ പറഞ്ഞു. ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.